തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ എത്തുന്ന രോഗികൾ ഭക്ഷണത്തിനായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെന്ന ജനം ടി വി വാർത്തയിൽ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. RCCയിൽ സൗജന്യമായി ആഹാരവും മരുന്നുകളും ലഭ്യമാകുന്ന കൗണ്ടറുകൾ പ്രവർത്തനം ആരംഭിച്ചു. RCCയിലെ ക്യാൻറ്റീൻ അടച്ചുപൂട്ടിയതടക്കം ജനം ടി വി വാർത്ത നൽകിയിരുന്നു. ഇത് ഒരു ജനം ഇമ്പാക്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ആദ്യം ആ റിപ്പോർട്ട് കണ്ടുവരാം. പതിനൊന്ന് മണി തൊട്ട് ക്യൂവിൽ നിൽക്കുന്നതാണ്. പക്ഷെ ഇതുവരെ ഭക്ഷണം കിട്ടിയിട്ടില്ല. ഇവിടെ വന്ന ഒത്തിരി ചെലവുകൾക്കിടയിൽ നമുക്ക് ഭക്ഷണം കിട്ടുന്ന വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ഇപ്പൊ ഇത്ര 1 മണി കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഭക്ഷണം കിട്ടാൻ വളരെ പ്രയാസമാണ്. 2022 തൊട്ടേ ഈ RCCയിൽ ട്രീറ്റ്മെന്റ് തുടങ്ങിയ ഒരാളാണ്. അന്നൊക്കെ നമുക്ക് പറയുന്നത് എന്താ പറയാ, ക്യാൻറ്റീൻ ഉണ്ട്, അന്നേരം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. ഇപ്പോൾ ക്യാൻറ്റീൻ വലിയ ഇതായിട്ടില്ല. അതായത് നമ്മൾ അതിന്റെ ഉള്ളിൽ തന്നെ പോലീസുകാർ വിൽക്കുന്നുണ്ട്. അതും ഭയങ്കര ക്യൂ ആയിട്ട് വിൽക്കണേ. പിന്നെ നമുക്ക് ഇവിടെ പോലീസുകാരുടെ നമ്മൾ നിൽക്കണ വെയിറ്റിംഗ് റൂമിലും ഉണ്ട്. അതും പൈസ കൊടുത്തിട്ട് തന്നെയാണ് ഫുഡും. ഇപ്പൊ ഒരു ചായക്ക് തന്നെ 11 രൂപ, അങ്ങനെയൊക്കെയാണ് റേറ്റ്. ഫുഡ് വരുന്നുണ്ട്, പക്ഷെ ഇവിടെ ക്യൂ പാലസ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ മിക്ക വണ്ടിയും ഇവിടെ നിർത്താതെ തിരിച്ചത്. ഇന്ന് 2 വണ്ടി വന്നത്, 2 പാർക്ക് ചെയ്യാതെ നേരെ ഫ്രണ്ടിലോട്ടാണ് പോയത്. തിരുവനന്തപുരം RCCയിൽ ഭക്ഷണ സൗകര്യമില്ലാതെ രോഗികളും കൂട്ടിരിപ്പുകാരും പൊറുതിമുട്ടിയ സാഹചര്യത്തിലെ പ്രതികരണങ്ങളാണിവ. ആഴ്ചകളായി RCCയിലെ ക്യാൻറ്റീൻ അടച്ചിട്ടത് രോഗികളെ വലച്ചിരുന്നു. ജനം ടിവിയുടെ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ. RCCയിൽ ഫ്രീ ഡ്രഗ് ഫുഡ് ബാങ്ക് കൗണ്ടറുകൾ പ്രവർത്തനം ആരംഭിച്ചു. ഫ്രീ ഡ്രഗ് ബാങ്കിന്റെ കൗണ്ടർ പേഷ്യന്റ് വെൽഫെയർ ആൻഡ് സർവീസ് ബ്ലോക്കിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. കീമോതെറാപ്പി മരുന്നുകൾ, ആന്റിബയോട്ടിക്കുകൾ, ഡിസ്പോസിബിൾ സപ്പോർട്ടീവ് മരുന്നുകൾ എന്നിവ സൗജന്യമായി ലഭ്യമാക്കും. ആഹാരവും സൗജന്യമായി നൽകും. മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ 11 മണി മുതൽ ഉച്ചഭക്ഷണത്തിനായി കാത്തുനിൽക്കേണ്ട രോഗികളുടെ ഗതികേടിനാണ് ഇതോടെ പരിഹാരമായത്. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം. രശ്മി കാർത്തിക വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിപ്പോർട്ട് മുന്നോട്ട് വച്ചത് രശ്മിയാണ്. രശ്മി, നമുക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. കാരണം നമ്മുടെ ഒരു വാർത്ത അതിന് ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. ആ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പാവപ്പെട്ട രോഗികൾക്ക് ലഭിക്കുന്ന ആശ്വാസമാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അത്രയും ഈ വിഷയത്തിലൊരു ആശ്വാസം ലഭിക്കുന്നത്. അപ്പോൾ ചൂണ്ടിക്കാണിച്ചാൽ മാത്രം ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെടാൻ, അതായത് പരിഹരിക്കാവുന്ന വിഷയങ്ങൾ തന്നെയാണ്. പക്ഷെ അത് ആരും ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ പാവപ്പെട്ട രോഗികളെ അങ്ങ് പറ്റിച്ച് മുന്നോട്ട് പോകാം എന്ന് തന്നെ കരുതുന്നിടത്ത് നമ്മുടെ ഇടപെടൽ ഉണ്ടായപ്പോൾ അത് കൃത്യമായ ഒരു ഫലം കണ്ടിരിക്കുന്നു ആ വാർത്തയിൽ എന്നുള്ളതാണ്. പക്ഷെ ഇത് തുടർന്ന് പോകും എന്ന് ഉറപ്പുണ്ടോ? അതെങ്ങനെയാണ് മോണിറ്റർ ചെയ്യപ്പെടാനുള്ള സംവിധാനമൊക്കെ ഉണ്ടോ? വീണ, വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു ഈ RCCയിലെ രോഗികൾ. പുറത്ത് ചില സൗജന്യമായിട്ടൊക്കെ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് വളരെ പരിമിതമായിട്ടുള്ള ഫുഡാണ് വിതരണം ചെയ്യുന്നത്. അതും രാവിലെ 11 മണി മുതലൊക്കെ നീണ്ട ക്യൂ ആണ്. അപ്പോൾ ഈ RCCയിൽ അകത്തേക്കും പുറത്തേക്കും കയറുന്നതിനൊക്കെ എപ്പോഴും കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നത് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടേക്ക് ഇവർ ഭക്ഷണം വാങ്ങാനായി ചെല്ലുന്ന സമയത്തൊക്കെ ഒരുപാട് മണിക്കൂറുകളോളം ക്യൂ നിൽക്കണം. ഒടുവിൽ ഭക്ഷണം ലഭിക്കാതെ പോകേണ്ട ഒരു സാഹചര്യം. RCCക്ക് അകത്ത് തന്നെ ഒരു ക്യാൻറ്റീൻ നേരത്തെ പ്രവർത്തിച്ചിരുന്നു. അത് കുറച്ചു കാലമായി അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ നവീകരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അത് അടച്ചിട്ടത് എന്നുള്ളതായിരുന്നു RCC അധികൃതരുടെയൊക്കെ പ്രതികരണം. ഈ ഒരു സാഹചര്യത്തിലാണ് ജനം TV അത് വാർത്ത ചെയ്തത്. അവിടെ എത്തുന്നവർക്ക് കൃത്യമായി ഭക്ഷണ സൗകര്യമില്ല, മഴയും വെയിലൊന്നും ഒന്നും വ്യത്യാസമില്ലാതെ അവർ പുറത്ത് പോയി, അതായത് അതിനകത്ത് തന്നെ സൗകര്യമുണ്ടെങ്കിൽ അത് വളരെ ആശ്വാസകരമാണ്. പക്ഷേ പുറത്തു പോയി മണിക്കൂറുകളോളം കാത്തു നിന്നതൊക്കെ ഭക്ഷണം വാങ്ങേണ്ടി വരിക എന്നുള്ളത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജനം TV വാർത്ത ചെയ്തിരിക്കുന്നത്. ഏതായാലും ആ വാർത്തയിലാണ് ഇപ്പോൾ അടിയന്തരമായൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഫ്രീ ഫുഡും അതോടൊപ്പം തന്നെ ഫ്രീ ഡ്രഗും വിതരണം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. സൗജന്യമായി ആഹാരവും മരുന്നുകളും, അതായത് മരുന്നുകളുടെ വിഭാഗത്തിലാണെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ, മറ്റ് കീമോയുടെ മരുന്നുകൾ ലഭ്യമാക്കുന്നുണ്ട്. ഡിസ്പോസിബിൾസ്, അത്തരത്തിലുള്ള മരുന്നുകൾ, സപ്പോർട്ടീവ് മെഡിസിൻസ്, ഇതൊക്കെയാണ് വിതരണം ചെയ്യുന്നത്. ആഹാരവും സൗജന്യമായി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും സൗജന്യമായി RCCയിലേക്ക് ഭക്ഷണ വിതരണം നടത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു അക്കൗണ്ട് നമ്പറൊക്കെ നിലവിൽ RCC തുറന്നിട്ടുണ്ട്. അതിലേക്ക് പണം നൽകാം എന്നുള്ളതാണ്. വരും മണിക്കൂറുകളിൽ നമുക്ക് RCCക്ക് അകത്ത് തന്നെ നിന്ന്, അതായത് ആ ഒരു പുതിയ ബ്ലോക്കിൽ നിന്ന് തന്നെ, ഒരു പുതിയ കൗണ്ടറിൽ നിന്ന് തന്നെ ലൈവ് നൽകാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. RCC അതിന് അനുമതി നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ രോഗികൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിന് ഇപ്പോൾ ഒരു പരിഹാരമായതിൽ വലിയ രീതിയിലുള്ള സന്തോഷം ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. വീണ. ഓക്കെ, ശരി രശ്മി.